السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح لا حول ولا قوة إلا بالله. حي على الفلاح لا حول ولا قوة إلا بالله. الله أكبر الله أكبر لا إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس إنا خلقناكم من نفس واحدة وخلق منا زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ويصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون. رب اشرح لي صدري ويسر لي أمري
വഹുലൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തം ശരീരത്തിടുന്നതുപോലെ നിങ്ങളോട് ഞാൻ ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ആഖിബത്ത് നന്നായി ഈമാനിട്ട് മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോകാവസാനത്തിൻ്റെ ചെറിയ അടയാളങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാലികമായൊരു വിഷയത്തിലേക്കാണ് പോയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഈ കുത്തുവോട് കൂടി ഇൻഷാ അല്ലാഹ് ചെറിയ അടയാളങ്ങൾ അവസാനിക്കണമെന്ന് ഉദ്ദേശിക്കുക. ഞാൻ ഇനി ഉണ്ടെങ്കിൽ ബാക്കിയും പറയാം. ചെറിയ അടയാളങ്ങളിൽ ഇനി കഴിഞ്ഞ കുത്തുബയിൽ നമ്മളുടെ അറിവില്ലാതെയായ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി സ്വർഗരതി അധികരിക്കുക. സ്വർഗരതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയണമെന്നില്ല എന്താണ് ഈ സ്വർഗരതി എന്ന് പറഞ്ഞാൽ. അത് ഒരു പ്രവാചകനെ അതിനെ നിയോഗിച്ചു. അതായത് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുക, പുരുഷനെ വിവാഹം കഴിക്കുക, സ്ത്രീകളെ വിവാഹം കഴിക്കുക. നമ്മുടെ രാജ്യത്ത് ഇപ്പം അടുത്തുണ്ടായില്ലേ 2 പെൺകുട്ടികൾ കോടതിയിൽ നിന്നൊക്കെ ഓർഡർ വാങ്ങിയിട്ട് നൂറ ആദില എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ അവരിപ്പോഴും അങ്ങനെ ജീവിക്കുകയാണ്. എന്തൊക്കെ അവരെ പറ്റി ഊഹാപോഹങ്ങളൊക്കെ ചിലപ്പോൾ ഗ്രൂപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം. അപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിനാണ് നിയോഗിച്ചത്. ഒരു പ്രവാചകനെ ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. ലൂത്ത് നബി എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയുടെ വാപ്പാന്റെ പുത്രനാണ്. അപ്പോൾ 4000 വർഷം നമ്മൾ കണക്കൂട്ടാം. ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ കുറെ പഠിക്കാണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു രീതി, ഒരു ദുഷിച്ച ആചാരം ഇസ്ലാമിലുണ്ടായിരുന്നു. അത് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് നമ്മുടെ ലൂത്ത് നബിയുടെ ജനതയാണ് കൊണ്ടുവന്നത്. ലൂത്ത് നബിക്ക് അന്ന് 2 തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടായിരുന്നത്. ചില നബിമാരുടെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, തൗഹീദിലേക്ക് ആളെ ക്ഷണിക്കുക. ആ തൗഹീദിന്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ അവരടുത്ത് ഇത്തരത്തിലുള്ള ഒരു ദുഷ്കർമ്മം, പ്രകൃതി വിരുദ്ധ പ്രവർത്തനം എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ ആധുനിക സോഷ്യൽ മീഡിയയിലൊക്കെ പത്രങ്ങളിലൊക്കെ നമ്മൾ ഈ നാണം കെട്ട ന്യൂസുകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പുരുഷന്മാരെ സമീപിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ മഹത്തായ 2 ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതായത് മൂസാ നബിയുടെ ഫാദർ ഇല്ലോ എന്ന് പറയാം, വാപ്പയല്ല, ഭാര്യയുടെ പിതാവ്. മൂസാ നബി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാൻ വയ്യാതെ പോയത് മദിയനിലേക്കാണ്. 300 ചില മൈലുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ അത് കൂടി പഠിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. അവിടുത്തെ ജനങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, മരങ്ങളെ ആരാധിക്കുക. ലൂത്ത് നബിയുടെ ജനത എങ്ങനെയായിരുന്നു? സ്വർഗരതി, വികാരപൂർണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുക. അത്തരത്തിൽ ദുഷിച്ചു നാറിയ ഒരു പ്രവർത്തനം. അപ്പോ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഒരു ജനത. അതാണ് ലീഗൽ മെട്രോളജി. ഇന്ന് നമ്മുടെ നാട്ടിൽ ലീഗൽ മെട്രോളജി ഒരു ഡിപ്പാർട്ട്മെന്റാണ്. തുലാസ്, അളവ് തൂക്കങ്ങൾ, പെട്രോൾ പമ്പിന്റെ മീറ്റർ, ഇതിലൊക്കെ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന്. ലോകത്ത് ആദ്യമായിട്ട് ആ നിയമം കൊണ്ടുവന്നത് ശുഐബ് നബി അലൈഹി സ്വലാത്തു നബിയിലൂടെ ലോകത്ത് മദിയനിലാണ് അത് അള്ളാഹു ആദ്യമായി നടപ്പിലാക്കിയത്. അവിടുത്തെ ജനങ്ങള് വളരെ ദുഷിച്ചതാണ്. ഒരു മരങ്ങളെ ആരാധിക്കുക, അളവിലും തൂക്കത്തിലും, കർഷകരും അതുപോലെ ബിസിനസ്സുകാരൊക്കെ ആയിരുന്നു. അങ്ങനെ ശുഐബ് നബി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പൊ അതിലേക്കൊരു പ്രവാചകൻ അയച്ചു, വൈലുൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് സകല നാശവും. സൂറത്ത് മുത്തഫിഫ് ഒരു അധ്യായം അതിനെ കുറിച്ചാട്ടോ. വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താരു അലന്നാസി യസ്തൗഫുൻ, ജനങ്ങളൊക്കെ നടന്ന് വാങ്ങുമ്പോൾ, തൂക്കി വാങ്ങുമ്പോൾ കറക്റ്റായിട്ട് വാങ്ങും.
വൈദാക്കാനൂഹും ഔവദനൂഹും യഖ്സറൂൻ. തിരിച്ച് അളന്നങ്ങോട്ട് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? മോശമാക്കി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നന്നാക്കണം, മരങ്ങൾ ആരാധിക്കുന്നതും നന്നാക്കിയിരിക്കണം. അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഷുഐബ് നബി. ആ കാലത്ത് തന്നെയാണ് മൂസാ നബി സ്വലാത്തു വസ്സലാമും വന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓരോ പ്രവാചകന്മാരും കാലത്തും വ്യത്യസ്ത പ്രവാചകൻ പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായ ഗൈലുള്ളത് ആ കാലത്ത് വേറെ പ്രവാചകന്മാരില്ല. ഇനി പ്രവാചകന്മാർ വരുകയുമില്ല. അതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കാനും പാടില്ല. ഖാതമുൽ അംബിയാ ലാ നബിയ്യ ബഅദി. ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എൻ്റെ കാലശേഷം മറ്റു പ്രവാചകന്മാരും ഇല്ല. അപ്പോൾ അതാണ് അവസാനിപ്പിച്ചു. ഇനി ലൂത്ത് നബിയുടെ ജനത അവർ സ്വർഗരതി, ഈ നിരോധിക്കപ്പെട്ട ജനതയെ നശിപ്പിച്ചു. അതിലേക്ക് ലോകാവസാനമാകുമ്പോൾ ജനങ്ങൾ അത്തരത്തിലുള്ള ദൈവിക അരാജകത്വത്തിലേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അസ്റാത്തി സാഅത്തി, സാഅത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട സുഖറ അൻ തക്തഫർ റജുൽ ബിറജുലിൻ വന്നിസായി ബിന്നിസായി വകസറത്തുൽ ലിവാദ് ഫി റിജാലി വകസറത്തു വസിയാഖ് ഫി നിസാ. അൻ തക്തഫർ റജുൽ ബിറിജാൽ, പുരുഷന്മാരെ സമീപിക്കുക ഭയങ്കരമായ തെറ്റാണ്. ആ ലൈംഗിക വീഴ്ചയായിരുന്നു സുഹൈബിയുടെ കാലത്ത്. പുരുഷന്മാർ വിവാഹം കഴിക്കുകയോ ഏത് രൂപത്തിലായാലും ലൈംഗികമായ ബന്ധത്തിന് പുരുഷന്മാരും ചരിത്രം പറയാം, ഖുർആനിലേക്ക് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നിസായ് ബിൻ നിസായ്, സ്ത്രീകളെയും വളരെ ദുഷിച്ചു നാറിയ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ടുവന്നത് ഈ ജനതയാണ്. സദൂം എന്ന് പറയും. അവിടെ നമ്മളെ ജോർദാന്റെയും ഇസ്രായേലിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് സദൂം. അവിടെ ഈജിപ്തിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയ വഴിയിൽ അതിലൂടെ അത് ആ ചാവുകടലിലേക്ക് അള്ളാഹു ജാനകത്തോട് ഞാനും പോയി അത് കണ്ടിട്ടുണ്ട്, അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അധികരിച്ചാൽ അത് ലോകാത്ഭുതത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു തആല ലൂത്ത് നബി ജനങ്ങളെ ഉപദേശിച്ചു കൊടുത്തു. പക്ഷേ അവർ സ്വീകരിച്ചില്ല. അവർ ചെയ്തു കൂട്ടിയ പേക്കൂത്തുകൾ കട്ടോളി. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതി കേൾപ്പിച്ച സൂറത്ത് 51-ാമത്തെ ആയത്തില് വസാരിയാത്ത് എന്ന് പറയുന്ന അധ്യായത്തിലെ 24-25 മുതൽ ആയത്തുകൾ ഓതി കേൾപ്പിക്കുക. ആദ്യം എന്താണ് അതിൽ പറയുന്നത്? നബിയെ, നമ്മുടെ നബിയോട് പറയാം, നബിയെ താങ്കൾക്ക് ഇബ്രാഹിം നബിയുടെ ഗസ്റ്റ്, ഇബ്രാഹിം നബിയുടെ അതിഥികൾ വന്ന ഒരു അതിഥി സൽക്കാരത്തെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് പ്രവാചകന് അല്ലാഹു തആല ഖുർആന്റെ ആമാനുഷികതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആമാനുഷികതയാണത്. ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ മക്കയുടെ മുശ്രിക്കുകളൊക്കെ അത്ഭുതപ്പെടുകയാണ്. അൽ-കൗഫിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അൽ-കൗഫ് സംഭവം അബൂജാഹിലും അവിടുത്തെ മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുപോയ പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അബൂജാഹിൽ ഇങ്ങനെ വീക്ഷിച്ചിരുന്നതാണ് അൽ-കൗഫ് പറയോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അധ്യായത്തിൽ അൽ-കൗഫ് പറഞ്ഞു കൊടുത്തത്. നമുക്ക് പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇബ്രാഹിം നബിയുടെ അടുത്ത് കുറച്ച് വിരുന്നേര് വന്നു. ആ വിരുന്നേരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാ? അത് പറഞ്ഞു. എന്താണ് വിരുന്നേര സ്വഭാവം? ഇത് ദഖലു അലൈഹി, ഇബ്രാഹിം നബിയുടെ അടുത്ത് അവർ വന്നു, പ്രവേശിച്ചു. ഫഖാലു സലാം, ആരെ കണ്ടാ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. അത് നമുക്ക് മാത്രമല്ല, ഇബ്രാഹിമിന്റെ അടുത്ത് വന്ന ആ വിരുന്നേരും കയറി ചെന്നപ്പോൾ ആദിത്യ മര്യാദ, ഒരു വീട്ടിലേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്നൊക്കെ വേറെ പഠിക്കാണ്. സൂറത്ത് നൂറിലുണ്ട്. അവരാ മര്യാദ കാണിച്ചു. ഇബ്രാഹിമിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഇബ്രാഹിം നബിക്ക്. ഫഖാലു സലാം, ഖാല സലാമും ഖൗമും മുങ്കറും. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു അലൈക്കും സലാം. പക്ഷേ ഖൗമും മുങ്കറാണ് അറിയാത്ത ആൾക്കാര്. ഇപ്പൊ ഇവിടെ ഒരാള് ഇപ്പൊ വെള്ളിയാഴ്ചയായിട്ട് അല്ലാത്തൊരു ഒരു അപരിചയം കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളെ എവിടെ എന്നൊക്കെ ചോദിക്കുമല്ലോ, പരിചയപ്പെടുക. ഇന്നമാതിരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിപ്പോ ഏതാ ഇപ്പൊ ഇവിടെ കാണാത്ത കുറച്ച് ചെറുപ്പക്കാരാണ് കേട്ടോ, 12 ചെറുപ്പക്കാരാ. നിങ്ങളിപ്പോ എവിടെ ഉള്ളവരാ നമുക്ക് അറിയില്ലല്ലോ. കൗമും മുങ്കർ എന്ന് തന്നെ അറബി പറയാം. കൗമും മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർ, കൗമും മുങ്കർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ. അത് മനസ്സിലാക്കി വെച്ചോളൂ. നിങ്ങളിപ്പോ എവിടെ ഉള്ള കൗമും മുങ്കറാണല്ലോ.
അപ്പൊ അവര് പറഞ്ഞു സലാമും കൗമും മുങ്കറും. അപ്പൊ ഫറായിലാഹിരി, അപ്പൊ വീട്ടിലേക്ക് ഒരാള് വന്നാല്, ഒരു അതിഥി വന്നാല് ഇബ്രാഹിം സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? റായിലാഹിരി, വീട്ടുകാർക്കുണ്ട് വീട്ടിൻ്റെ ഉള്ളില്. പെട്ടെന്ന് വേഗത്തിൽ പോയി പറഞ്ഞു എന്താണ്? ഫറായില ഇത് അഹ്ലു അലൈഹി ഫഖാലു സലാമുൻ കൗമുൻ മുങ്കറുൻ ഫറായില അഹ്ലിഹി. അങ്ങനെ വീട്ടുകാരത്തിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ വിരുന്നേര് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സൽക്കരിക്കണ്ടേ, അവർ ആദിത്യ മര്യാദയല്ലേ. അങ്ങനെ പെട്ടെന്ന് ഒരു മൂരിക്കുട്ടിനെ അറുത്ത് ഇറച്ചൊക്കെ ഉണ്ടാക്കി, ഇറച്ചി പത്തിനെന്ന് വെച്ചോളി. പെട്ടെന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്തു. ആര്? ഇബ്രാഹിം നബിയുടെ ഭാര്യ. എന്നിട്ടോ അങ്ങനെ ഡൈനിങ് ടേബിൾ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് കൊടുത്തപ്പോ ഇവര് കഴിക്കണില്ല. കാലല്ലാത്തവർ നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്ത, എന്റെ സൽക്കാരം സ്വീകരിക്കാത്ത എന്താണ്? കാലല്ലാത്തവക്കുലും നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഫൗജസമിന്നും ഷീഫത്തൻ. അപ്പൊ പൊതുവെ ഉണ്ടാകുമല്ലോ, വീട്ടിൽ വന്ന് വിരുന്നേര് വന്ന് നല്ല 10-12 സുന്ദരന്മാരായ ചെറുപ്പക്കാർ വന്നിട്ട് അവർക്കൊരു ഭക്ഷണം കൊണ്ടുപോയപ്പോൾ അവർ മുഖത്തേക്ക് നോക്കിയിരിക്കുക, ഭക്ഷണം കഴിക്കണില്ല. അപ്പൊ ഇബ്രാഹിമിക്ക് പേടിയില്ല. എന്താ ചോദിച്ചു? ഇബ്രാഹിം ചോദിച്ചു ഹൗജസമിന്നും ഷീഫത്തൻ യലാ തൗക്കുലൂൻ, എന്താ ഇപ്പൊ ഭക്ഷണം കഴിക്കാത്ത ചോദിച്ചു. കാലാലാ തൗക്കുലൂൻ, നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാത്തത് ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഒരു ഭയമുണ്ടായി. ഇതിപ്പോ ഒരു സാമാന്യ രീതിയിലുള്ള വിരുന്നുകാരല്ല, പ്രവാചകനും കൂടിയാണല്ലോ, ഇതിലെന്തോ ഒരു പന്ത് കേടുണ്ടെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കി. ആ കാലത്ത് തന്നെയാണ് ലൂത്ത് നബി ഈ ഭാഗത്തും പ്രബോധനം ചെയ്യുന്നത്. ഇബ്രാഹിം നബിയുടെ ജ്യേഷ്ഠവും അഞ്ചനായിട്ട് വരിക. അങ്ങനെ ഫൗജസമിന്നും ഖീഫത്തൻ, അവർക്ക് പേടിച്ചു. കാലു ലാ തഖഫ്, ലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട. ആ വന്ന 12 ചെറുപ്പക്കാർ പറഞ്ഞു ലാ തഖഫ്, നിങ്ങൾ ഒരിക്കലും എന്ത് വേണ്ട, പേടിക്കണ്ട. അലീം. അപ്പൊ ഇബ്രാഹിം നബിക്ക് വയസ്സായിട്ട് കുറെ ഇരിക്കണു, ഒരു കുട്ടി ഉണ്ടാവുന്നില്ല. ആ വിഷമത്തിലാണ്. ആ വിഷമത്തിലിരിക്കുമ്പോൾ അള്ളാഹുവിനെ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കരിയ നബി പ്രാർത്ഥിച്ചതുപോലെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊരു കുഞ്ഞിക്കാലുണ്ടാവണേ, എനിക്കൊരു കുട്ടി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ലൂത്ത് നബിയിലേക്ക് പോവുകയാണ്. ഇവരെ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് അള്ളാഹു താല വേറെ അറിയിച്ചു, ഇവിടെ ഇറങ്ങിയിട്ട് ഇബ്രാഹിം നബിയിട്ട് കയറി ഇറങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ് ചെറുപ്പക്കാരെ കണ്ടപ്പോൾ വിരുന്നേരാന്ന് വിചാരിച്ച് ഇറച്ചി മത്തിലൊക്കെ ഉണ്ടാക്കി. അവർ തിന്നില്ല. തിന്നപ്പോൾ പേടിച്ചപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങൾക്കൊരു ഹലീമായ, വിവരമുള്ള, ജ്ഞാനമുള്ള, സഞ്ചാരമുള്ള ഒരു കുട്ടി, അത് പ്രവാചകനാണ് ഇസ്ഹാഖ് നബി. ആ കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നാണ്. നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ ആരാന്നറിയോ? ഞങ്ങൾ അക്ബരത്ത് ഇമ്പ്രത്തുഹു. ഇത് കേട്ടപ്പോഴേക്കും ഭാര്യ ഈ കുട്ടിയുടെ വർത്തമാനം പറഞ്ഞപ്പോഴേക്കും സർറത്ത് വേഗം ഇങ്ങോട്ട് വന്നു, പുറത്തേക്ക് വന്നു. നമ്മൾ കുട്ടികളുണ്ടാകാൻ പോകണല്ലോ. സർറത്ത് വന്നു. ഇപ്പൊ സക്കത്ത് മതിയാഹ, മുഖത്തടിച്ചു എന്നും പറയുന്നുണ്ട്, മുഖം പൊത്തി ഇങ്ങനെ ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞറിയോ? താഴത്തെ അജൂസിൻ അഖീം, ഈ കിളവിയായ, എല്ലാം ഒന്നുമില്ലാത്ത കിളവിയായ ഞാൻ എങ്ങനെ പ്രസവിക്കാനാണെന്ന് മൂപ്പത്തിയേര് സ്വയം പറഞ്ഞു എന്ന് ചിരിച്ചു. കാലത്തെ അജൂസിൻ അഖീം. പരിശുദ്ധ ഖുർആൻ ഈ കഥ അങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങോട്ടോ അവസാനിച്ചില്ല. കാലു കദാലിക്ക് കാല റബ്ബുക്കി ഇന്നോഹുൽ ഹക്കീം അലീം. അപ്പൊ ഈ ചിരി കേട്ടപ്പോ അള്ളാഹു, സർവശക്തനായ അള്ളാഹുവിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. സക്കരിയ നബി പറഞ്ഞു, ഞാൻ പറ്റയധികം വാർദ്ധക്യം വഹിച്ചിട്ടുണ്ട്. ആ റബ്ബി അന്നായക്കൂലി ഉലാമുൻ കാനത്ത് ഇമ്രത്തി ആക്കിരൻ വക്കത് പറയത്തുമെത്തിയ, എൻ്റെ ഭാര്യ വന്ധ്യയാണെന്ന് സീൽ വെച്ച് കഴിഞ്ഞു, അവൾ പ്രസവിക്കൂല. ഞാനാണെങ്കിലോ പറ്റ കിളവനുമായി, എനിക്ക് എങ്ങനെ കുട്ടികളുണ്ടാകുക? സൂറത്ത് മറിയമില് സക്കരിയ നബിയുടെ സംഭവം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, കാലക്കദാലിക കാന റബ്ബുക വഹലത്തുക മിൻ ഖബലു വലം തകു ഷൈഅ, ഒന്നുമില്ലാത്തതിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ നീ കിളവനായാലും നിന്റെ ഭാര്യ വന്ധ്യയായാലും ഒരു കുഞ്ഞിനെ തരൽ എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഒരു കുട്ടീനെ കൊടുത്തു യഹ്യാ നബിന്. അപ്പൊ ഈ ഭാര്യ എന്ത് പിന്നെ ഞാൻ എങ്ങനെ നീ പ്രസവിക്കുക? ഞാൻ കിളവിയായില്ലേ, കിളവിയായില്ലേ, എനിക്ക് എന്താണെന്ന് ചിരിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഈ വരാറാണ്ട് ആവശ്യമില്ല, അത് അള്ളാഹുവാണ് നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പോ ഇബ്രാഹിം സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി, ഇത് സാധാരണ ചെറുപ്പക്കാരല്ല, ഇതിൽ അതന്നെ അതിൽ ഭക്ഷണം കഴിക്കാത്തത്, മലക്കൾ ഭക്ഷണം കഴിക്കൂലോ. അപ്പൊ കാല ഫമാ ഹത്മുക്കും അയ്യോൽ മുർസല. അപ്പൊ ഇബ്രാഹിം നബി സ്വലൊക്കെ മാറ്റി മലക്കുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തു. നമ്മളെ വീട്ടിൽ പലയിടത്ത് പ്രാധാന്യം കൊടുക്കും. ഇത് വേണ്ടപ്പെട്ട ആൾക്കാരാ.
കാല സമാത്തുമുക്കും അയ്യൽ പുരുഷരും നിങ്ങളെ ഈ 10-12 ആൾ നിയോഗിച്ചിരിക്കുന്ന ദൂതന്മാരെ എന്തൊക്കെ നിങ്ങളെ വർത്താനം അത് പറയും. നിങ്ങളിപ്പോ എന്റെ വീട്ടിലേക്ക് മാത്രം സന്തോഷവാർത്ത അറിയിക്കാൻ വന്നിരിക്കുകയാണോ? കാലു അവർ പറഞ്ഞു ഇന്നാ ഉർസിൽനായില ഖൗമിൻ മുജ്രിമീൻ, ഞങ്ങള് സദൂമിലേക്ക്, സദൂം എന്ന് പറയുന്ന ജോർഡാനിലെ അങ്ങോട്ട് പോവാണ്, ലൂത്തിന് വേഴത്തേക്ക് പോവാണ്. ഞങ്ങള് ആ ജനങ്ങളെ കീഴ്മേൽ മറിച്ചിടാൻ പോവുകയാണ്, നശിപ്പിക്കാൻ പോവാണ്. അവർ ലോകത്ത് ആരും ചെയ്യാത്ത ദുഷ്കർമ്മങ്ങൾ, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അറക്കുന്ന വെറുക്കുന്ന പ്രകൃതി വിരുദ്ധം എന്നൊക്കെ നമ്മളെ പത്രക്കാരും സാഹിത്യകാരും ഇപ്പൊ അടുത്ത കാലത്ത് കൊടുത്തതാ. പ്രകൃതിക്ക് അനുകൂലമല്ല എന്നർത്ഥം. പുരുഷന്മാരെ സമീപിക്കുക, സ്ത്രീകളെ സമീപിക്കുക. അതീസിങ്ങൾക്ക് ആദ്യം പറഞ്ഞില്ലേ? അപ്പൊ അവരെ നശിപ്പിക്കാൻ പോവാണ്. അപ്പോ ഞങ്ങള് അതിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ് എന്നാണ്. മുജിരിമായ കുറ്റവാളികളായ പാവികളായ ദോഷികളായ ലോകത്താരും ചെയ്യാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആ ജനങ്ങളെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് വരാൻ പറഞ്ഞ വിവരം അറിയിക്കുക. നിങ്ങളൊക്കെ ഒരു കുട്ടി ഉണ്ടാകാനും പോകുന്നുണ്ട്. അപ്പോഴാണ് ഇത് നുസ്രല ഹിജാറത്തിൻ മിൻ തീൻ, അവരെ ചൂടുള്ള കല്ലുകൾ കൊണ്ടൊക്കെ നശിപ്പിക്കാൻ ഞങ്ങൾ പോകുന്നു. അങ്ങനെ അവിടെ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അതവിടെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അവർ പോവുകയാണ് എവിടേക്ക്? ലൂത്ത് നബിയുടെ അടുത്തേക്കാണ് ഇനി പോകുന്നത്. ലൂത്ത് നബിയുടെ കാലത്തുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചെന്ന് വിവരങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മകൻ, അത് പ്രവാചകൻ കൂടെ, അത് ഹലീം കാണുന്നതാ, അറിവും കണ്ടോടവും ഒക്കെ ഉള്ള ഒരു മകൻ നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നു. എന്നിട്ട് ഈ ചരിത്രം ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. സൂറത്ത് ഹൂദിലെ 77 മുതൽ 82 വരെ ആയത്തുകൾ കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. എന്താ പറയുന്നത്? വലമ്മാ ജാഅത്ത് റുസുലുനാ, അങ്ങനെ ഈ 12 ചെറുപ്പക്കാർ, സുന്ദരന്മാരായ 12 ചെറുപ്പക്കാർ, അതാ അല്ലാഹു തആല ആ രൂപത്തിൽ തന്നെ അയച്ചത്. വയസ്സായ ആൾക്കാരൊന്നും അല്ല, ചെറുപ്പക്കാരായ 12 യുവാക്കളെ അയച്ചു. ഇബ്രാഹിം അടുത്ത് ചെന്നു, ഇറച്ചി മത്തിലൊക്കെ ഉണ്ടാക്കി തിന്നില്ല. ഇവരൊക്കെ പറഞ്ഞ് നേരെ വിട്ടു. എങ്ങിട്ട് ലൂത്ത് നബിയുടെ കൗമിന്റെ അടുത്ത്, ലൂത്തിന്റെ അടുത്തേക്ക് വിട്ടു. ലൂത്ത് നബിയെ ചെന്നു. റുസൂന ലൂത്തൻ സി അബിഹിം വലാഖബിഹിം ദർആ. അപ്പൊ ഇവരെ കണ്ടൊക്കെ തന്നെ ഈ ചെറുപ്പക്കാരെ, കാണാൻ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ വിരുന്നേരം വന്നിക്കണേ. ഇത് കണ്ടപ്പോ തന്നെ ലൂത്ത് നബി അവരെ കൊണ്ട് ദുഃഖിച്ചു. ഇതിപ്പോ എന്തൊക്കെ ആപത്താ വരുത്തി തീർക്കുക. അവിടെ ആര് കണ്ട, സ്ത്രീകളല്ല, ചെറുപ്പക്കാരായ ആൺകുട്ടികളെ കണ്ടാൽ പീഡനം. അന്ന് പോക്സോ ഒന്നുമില്ലല്ലോ വരെ, അല്ലാതെ പോക്സോ ഒറ്റയടിക്കാൻ നശിപ്പിച്ചു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇവരെ കണ്ടപ്പോൾ, ഈ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ലൂത്ത് നബി ദുഃഖിച്ചു, വിഷമിച്ചു. എന്തൊക്കെ ഇവിടെ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്, ഇന്നെ ഒരു വഷളാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ലൂത്ത് നബി പറഞ്ഞു, ഇന്നത്തെ ദിവസം വളരെ മോശം പിടിച്ച ദിവസമാണ്. ഇവരൊക്കെ ഇന്ന് വിരുന്നേര് വന്നിക്കുന്നത് നല്ല ചെറുപ്പക്കാരാണ്. ഇവിടെ എന്തൊക്കെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പൊ ആരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്, അങ്ങാടിയിൽ ആരൊക്കെ കണ്ടുകൊണ്ട് അറിഞ്ഞിരിക്കുന്നു എനിക്കറിയില്ല. യോമൻ അസീബ്, യോമൻ മഷക്ക, വളരെ വിഷമത്തിന്റെ ദിവസമാണ് എന്നർത്ഥം. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി ഈ അങ്ങാടിയിലുള്ള ആ നാട്ടിലുള്ള സ്വർഗരതിക്കാർ, പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ആൾക്കാർ, ദുഷിച്ച പ്രവർത്തനം നടത്തുന്ന ആൾക്കാര് കേട്ടത് പാതി. ലൂത്ത് നബിയുടെ ജനത വന്നു. യഹ്റൗനായിലേഹി, വേഗത്തിലോടി വരിക, മത്സരാണൊക്കെ, ഓരോരുത്തരെ പിടിച്ചുകൊണ്ടാണ്, കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് മത്സര ബുദ്ധിയോടെ. യഹ്റൗന ഇലൈഹി വമിൻ ഖബലു കാനൂ യഅമലൂന സയ്യാത്തി, ഇതിന് മുമ്പ് അവർക്ക് തന്നെ പണി. അപ്പൊ അവർക്ക് പറ്റിയ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് എന്നുള്ള നിലക്ക് അവർ ഓടി വന്നു. വന്നപ്പോൾ ഒരു വിരുന്നാറിന്റെ ഒരു പ്രവാചകൻ വീട്ടിൽ വന്നില്ല. കാലാ യാ കൗമി, ലൂത്തിനോട് പറഞ്ഞു, യാ കൗമി, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, യാ കൗമി ബനാത്ത് ഹാവുലായി ബനാത്തി, എന്റെ പെൺകുട്ടികളുണ്ട് അവിടെ കേട്ടോ. ഇതിന്റെ വിരുന്നേരാണ്, ഒരു ചെറുപ്പക്കാരായിരുന്നു മാത്രം. അവർ കാലയാ കൗമി ഹാവുലായി ബനാത്തി കുഞ്ഞ ഹാത്രയിലേക്കും, അവരെ നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധമാക്കി തരാം, വിവാഹം ചെയ്തു തരാം എന്നൊക്കെ ഉണ്ടാകും. എന്നാലും എന്റെ വീട്ടിലേക്ക് വന്നു കയറിയ ഈ ചെറുപ്പക്കാരായ സുന്ദരന്മാരായ ആൺകുട്ടികളെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ എന്നെ മാനം കെടുത്തല്ലേ. കുഞ്ഞ ഹാത്തറയിലേക്കും ഫത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ചോളിങ്ങട്ടില്ലേ. വലാ തുഹ്സിനി ഫീ ലൈഫി, എന്റെ വിരുന്നുകാരെ, എന്റെ അതിഥികളുടെ മുമ്പിൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്. കേണ അപേക്ഷിച്ചു ആര്? ലൂത്ത് നബി. ഇവരിങ്ങനെ പിടിച്ചാൽ നിൽക്കല്ലേ, 10-12 ആള് ഉണ്ട് വരും വന്നോല്.
12 ചെറുപ്പക്കാർ ഹദീസിൽ പറയുന്നത്, 12 ചെറുപ്പക്കാർ തഫ്സീറിലൊക്കെ പറയുന്നത് കേട്ടോ. വലാ തൂസിനി ഫി ലൈഫ് ഇങ്ങോട്ട് പറയാനേ അലൈസ മിങ്കോ റജുലു റഷീദ്, നിങ്ങളെ കൂട്ടത്തിൽ ഒരു വിവരമുള്ള ആളും ഇല്ലേ? അത് അറബിയിൽ അർത്ഥമായിട്ട് അലൈസ മിങ്കോ റജുലു റഷീദ്, ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞാറല്ല മക്കളെ, ഞങ്ങൾ വഷളാക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരല്ലേ, നിങ്ങൾ എൻ്റെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തന്നാലും വേണ്ട, പരിശുദ്ധമാക്കി തരാണ് വിവാഹം ചെയ്ത് തരിക, എങ്ങനെ തരാം, പക്ഷെ നിങ്ങൾ എൻ്റെ വിരുന്നുകാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, വഷളാക്കരുത്. അലൈസ മിങ്കോ റജുലു റഷീദ് ഹാലു, അവർ പറഞ്ഞു ലഖദ് അലിംത മാലനാ ഫീ ബനാതിക മിൻ ഹഖ്, എന്താ ലൂത്തേജ് ഇങ്ങനെ പറയുന്നത്, അനക്കറിയില്ലേ ഞങ്ങൾക്ക് എൻ്റെ പെൺകുട്ടികളൊന്നും ആവശ്യമില്ലാന്ന്, ഞങ്ങൾ ഒരു പെണ്ണിന് ഞങ്ങൾക്ക് ആവശ്യമല്ല, നിന്റെ പെൺകുട്ടികൾ ആവശ്യമില്ലാത്ത ആൾക്കാർ ഞങ്ങൾക്കറിയില്ലേ, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ചാലുമാ തുരീൻ, ഞങ്ങളിവിടെ വന്ന ഉദ്ദേശം എന്താണെന്ന് താങ്കൾക്കറിയാം, ആ ഉദ്ദേശം ഞങ്ങൾ നിറവേറ്റി പോകും, അത് ഉദ്ദേശങ്ങൾ നിറവേറ്റി പോകും. ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളത്. അപ്പോൾ പറഞ്ഞു കാല വന്നരേക്കും കുവക്കൻ ഔ ആവിയയിലേറൊന്നും പടച്ചറപ്പെ, എനിക്ക് ഇവരെ നേരിടുവാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അഭയം നൽകുവാനൊരു അഭയകേന്ദ്രം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ അഭയം തേടുമായിരുന്നു, അല്ലെങ്കിൽ ഇവരെ നേരിടുമായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്ത ഞാൻ ഈ ജനതയെ എന്ത് ചെയ്യും? എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന വിരുന്നുകാരത അവർ വഷളാക്കാൻ പോവുകയാണ്, ഞാൻ എന്തു ചെയ്യുമെന്ന് അള്ളാഹു താലയോട് ലൂത്ത് നബി അലൈഹി സ്വലാത്താണ് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞു ഖാലു, അപ്പൊ വന്ന വിരുന്നുകാരുണ്ടല്ലോ, അവർ പറഞ്ഞു യാ ലൂത്ത് ഇന്നാ റസൂൽ റബ്ബിക ലനസ്ലുലൈക, ഞങ്ങള് നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കളാണ്, ഒരു പേടിച്ചണ്ട. ലനസ്ലുലൈക, അവരന്നെ ഒന്നും ചെയ്യൂല, ഞങ്ങളും ചെയ്യൂല. ലനസ്ലുലൈക, നിന്നെ ഒന്നും ചെയ്യൂല, ഞങ്ങളെയും ചെയ്യൂല. ഞങ്ങൾ മലക്കുകളാണ്, ഇവിടെ നശിപ്പിക്കാൻ പോവുകയാണ്, ഈ പ്രദേശം മുഴുവനും കീഴ്മേൽ മറിച്ചിടാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് വേണം? വിശ്വസിച്ചവരും താങ്കളും വിശ്വസിച്ചവരും, കിതാമിനലൈൻ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ യാമം, ഓരോ 1-ാം യാമം 2-ാം യാമം എന്നൊക്കെ പണ്ടുള്ള പ്രയോഗം ഉണ്ടായിരുന്നു. അതായത് നേരം വെളുക്കുന്നതിന് തൊട്ടു മുമ്പിലായിട്ട് വിശ്വസിച്ച സത്യവിശ്വാസിയായ ആൾക്കാരെ കുറിച്ച് യാത്ര തുടർന്നു. ഒരു പേടിയും പേടിച്ചാണ്ട് അവർ ഞങ്ങളെ സമീപിക്കൂല, ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ കാണിച്ചു തരാണ്. അപ്പൊ ലൂത്ത് നബിക്ക് അൽഹംദുലില്ലാഹ് സമാധാനായി. വല യൽതഫ്തു മിൻകും അഹദൻ ഇല്ലാ അംറതുക, ആരോടും ഒരു ദാക്ഷിണ്യം കാണിക്കണ്ട, വിശ്വസിച്ചവരെ മാത്രം കൂട്ടി നീ പോവുക. വിശ്വസിച്ചവരെ നൂഹ് നബിയുടെ കപ്പലിൽ കയറ്റിയതുപോലെ ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഓരോരോ പരീക്ഷണം നൽകി പരീക്ഷിച്ചിട്ടുണ്ട്. അതിനൊക്കെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. നൂഹ് നബിയുടെ ജനതയെ പ്രളയം കൊണ്ട് നശിച്ചപ്പോൾ ലൂത്ത് നബിയുടെ ജനതയെ ഭൂമി ആകെ മറിച്ചിട്ട്, അങ്ങനെ നീ എന്ത് വേണം? നീ ഇവരോട് ഞങ്ങളെ കാര്യം നീ നോക്കണ്ട, നീ വിശ്വസിച്ച ആൾക്കാരെയും കൂട്ടിയിട്ട് ഫിത്യാമിനല്ലേലി വലാ യൽതഫ്തു മിൻകും അഹദുൻ ഇല്ലാ ഇംറഅതക, നിന്റെ ഭാര്യ ഒന്ന് കാണണം പോണത്, അവളെ കയറ്റരുത്, അവളെ കൊണ്ടുപോകും ചെയ്യരുത്. ഇത് അവള് അവിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലേ, അവളെ ഒഴിവായിക്കോ. ഇങ്ങനെ വിശ്വസിച്ച ആൾക്കാരൊക്കെ കൂട്ടി എല്ലാം വിട്ടാൻ പറഞ്ഞു. അങ്ങനെ എന്താണ്? ഇന്നവും മുസീബുഹാമ സാബവും, അവൾക്ക് ബാധിക്കുന്ന ആ ശിക്ഷ അവൾക്ക് കാണും വേണം. അതുകൊണ്ട് അവളോട് ഒരു അനുകമ്പം കാണിക്കണ്ട. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ യാ ബുനയ്യ ഇർകബ്മന വലാ തകും മിനൽ ളാലിമീൻ, വെള്ളപ്രളയം കൊണ്ട് ഇങ്ങനെ കപ്പൽ പോകുമ്പോ മകൻ ഇങ്ങനെ നീന്തി വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയാണ്. അപ്പൊ വാപ്പ എങ്ങനെയായാലും വാപ്പാർക്കുള്ള മക്കളുള്ള സ്നേഹമാണ് കേട്ടോ. നമുക്കൊക്കെ ഉണ്ടാവും, നമ്മളെ മക്കൾ എന്ത് ചെയ്താലും നമുക്ക് മക്കളുള്ള സ്നേഹമാണ്, മക്കൾക്ക് ഇങ്ങോട്ടും ഉണ്ടാവുക ചെയ്യും. അപ്പൊ പറഞ്ഞു യാ ബുനയ്യ ഇർകബ്മന, എന്റെ തോണിലേക്ക് കയറിക്കോ, അപ്പൊ എനിക്ക് രക്ഷപ്പെടാം. വലാ തകും മിനൽ ളാലിമീൻ, അക്രമ കൂട്ടത്തിൽ പെടണ്ടാണ്. ജബലി, ഞാൻ അവിടെ പോയി രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു. നൂഹയുടെ മകൻ ഒരു തിരമാല വന്ന് മുങ്ങിച്ചാവുകയും ചെയ്തു. അതുപോലെ ലൂത്ത് നബിയുടെ ഭാര്യ വിശ്വസിച്ചില്ല, അവളിത് കാണണം, അവളെ ആദാബുകളൊക്കെ കാണണം, നിങ്ങൾ അവളെ കൂട്ടാതെ വേഗം വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി. ഇന്ന മൗദിഹും സുബഹ് അലൈസ സുബഹ് ഖരീബ്, നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് അവരെ നശിപ്പിക്കും, അള്ളാഹു അവരെ നശിപ്പിക്കും. ഫലമ്മാ ജാ അംറുനാ, അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അലൈഹാ സാഫിലഹാ വഅംതറ അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീൽ. ഫലമ്മാ ജാ അംറുനാ ആലിഹാ സാഫില, അത് തകിടം മറിച്ചിട്ടു, ഇങ്ങനെ നിൽക്കുന്ന ഭൂമിയെ ഇങ്ങോട്ട് മറിച്ചിട്ടു. അത് ഇന്നും അവിടെ കിലോമീറ്റർ കണക്കിൽ പ്രളയം, എല്ലാം തടാകമാണ്. അതിന് പറയാ ഡെഡ് സീ, ചാവുകടൽ എന്നാണ്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഉപ്പുരസം കൂടുതലാണ്. അതിലേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ കടന്ന പൊന്തിങ്ങനെ നിന്നു, ഞാനൊക്കെ ഇങ്ങനെ പൊന്തിങ്ങനെ നിന്നു.
അവിടെ ഒരു വിസിറ്റിംഗ് യാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ സന്തോഷിക്കല്ല വേണ്ടത്, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. അവിടെ അതൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ ചിലർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങളൊക്കെ ആ ലക്ഷ്യത്തിൽ പോയതാണ്. അവിടെ ആ പ്രദേശം മറിച്ചിടുക മാത്രമല്ല, സംതർനാലേഹിം അവരെ മേലെ കല്ലിലെ ചൂടുള്ള കല്ല് കൊണ്ട് ഒരു മഴ വർഷിക്കുകയും ചെയ്തു. അങ്ങനെ ലോകത്ത് ആരും ചെയ്യാത്ത ആ ദുഷ്കർമ്മം ചെയ്ത ആ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആ ജനതയെ കീഴ്മേൽ മറിച്ചിട്ടുകൊണ്ട് അള്ളാഹു നശിപ്പിച്ചു. അത് പിന്നീട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളാണ്. നമുക്ക് കാണും കേൾക്കും ചെയ്യില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ ഹദീസൊന്നും കേൾപ്പിച്ചാൽ എന്താ പറഞ്ഞത്? പുരുഷന്മാരെ സമീപിക്കുക. സ്വവർഗരതിക്ക് അംഗീകാരം കൊടുത്ത രാഷ്ട്രങ്ങൾ ലോകത്ത് പല ഭാഗത്തുണ്ട്. നിയമം മൂലം നടപ്പാക്കിയിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ അത് നടക്കുന്നുണ്ട്. ആണുങ്ങളെ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക. അത്തരത്തിലുള്ള ഒരു ദുഷ്കർമ്മം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബിയുടെ കാലത്ത് തന്നെ ആയിരുന്നു ലൂത്ത് നബിയും. അപ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഈ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആ ജനതയെ അല്ലാഹു തആല ആ ഭൂമിയെ കീഴ്മേൽ മറിച്ചിടുകയും അവരെ ചൂടുള്ള കല്ലുകൾ കൊണ്ട് എറിഞ്ഞു നശിപ്പിക്കുകയും ചെയ്തു. എല്ലാം 2 ശിക്ഷ കൊടുത്തത്. അത് ഇന്നും ചരിത്രത്തിൽ ആ ചാവുകടൽ എന്ന പേരിൽ ആർക്കും പോയി കാണാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകാവസാനത്തെ കാണാൻ തുടങ്ങിയാൽ അത് ലോക അവസാനത്തിന്റെ അടയാളമാണ്. നിങ്ങൾ ഖിയാമത്ത് നാളുകൾ പ്രതീക്ഷിച്ചോളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ ഭാഗത്തും എല്ലാവർക്കും അറിയാവുന്നതും കേൾക്കുന്നതും കഥയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ.